ഹലോ നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിവ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ആദ്യം തന്നെ ഗോവർദ്ധനായിട്ടോ കാണിക്കുന്നത്. ഗോവർദ്ധനാണെങ്കിൽ ബോറടിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ആൻ്റപ്പച്ചേട്ടൻ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, എന്തായി ചോദിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ആൻ്റപ്പച്ചേട്ടൻ പറയുന്നുണ്ട്, കുറച്ച് സമയം എടുക്കുന്ന പറഞ്ഞത്, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, അപ്പോൾ ഇന്നത്തെ പോക്ക് നടക്കില്ലല്ലോ എന്ന് പറയാണ്. ആ സമയത്ത് വേറൊരു സഹായി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നതാ സംഭവം, നിങ്ങളെ കൂടെ വന്ന ആൾ എന്നതാ പ്രശ്നം കൊണ്ട് വന്നത്? അന്നേരം ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, ആര് പറഞ്ഞു എന്നൊക്കെ പറയാണ്. അന്നേരം ആ സഹായി പറയുന്നുണ്ട്, നിങ്ങളെ കൂടെ വന്ന ആൾ പറഞ്ഞിട്ടാന്ന് തോന്നുന്നു, ആ കേണൽ സാറ് തീ പിടിച്ച നടക്കുന്നുണ്ട് എന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, അതെന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല, ബാലേട്ടൻ മാത്രമേ അറിയുമെന്ന് പറയുന്നുണ്ട്. അന്നേരം ആൻ്റപ്പച്ചേട്ടൻ പറയുന്നുണ്ട്, ഞങ്ങൾ പോവാം, അവിടെ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പോവാട്ടോ. എന്നിട്ട് ഗോവർദ്ധനൻ പിന്നെ വൈഫിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. സുലുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സുലു ചോദിക്കുന്നുണ്ട്, ഇന്ന് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, ഇല്ലാന്നേ, ബാലേട്ടൻ്റെ മീറ്റിംഗ് ഇതുവരെ തീർന്നിട്ടില്ല, അപ്പോൾ ഇന്ന് വരാൻ പറ്റൂല എന്ന് പറയാണ്. എന്നിട്ട് സുലു ചോദിക്കുന്നുണ്ട്, എന്നാണ് ഉദ്ദേശം, എവിടെയെങ്കിലും തങ്ങുമോ അതോ ലേറ്റായിട്ടും വരുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞ സംശയം പറഞ്ഞത്, ഇനി ബാലേട്ടൻ വരണം എന്തെങ്കിലും തീരുമാനിക്കണമെങ്കിൽ എന്ന് പറയണം. അന്നേരം സുലു പറയുന്നുണ്ട്, വന്നിട്ട് എന്തെങ്കിലും തീരുമാനിക്കുക, അപ്പോൾ ബാലേട്ടൻ വരുന്നവരെ എന്നാ ചെയ്യാനാണ് ഉദ്ദേശം എന്ന് പറയണം. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, നല്ല ക്ഷീണമുണ്ട്, വണ്ടി കയറി കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുകയാണെന്ന് പറയണം. അന്നേരം സുലു പറയുന്നുണ്ട്, എന്നാൽ ഉറങ്ങിക്കോ, തിരിച്ചു വരുമ്പോൾ വിളിച്ചേക്കണേന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഗോവർദ്ധനൻ പറയുന്നത്, മോളോട് പറയണ്ട, മോക്ക് വിഷമാവും എന്നൊക്കെ പറയാണ്. അന്നേരം സുലു പറയുന്നുണ്ട്, അതുകൊണ്ട് വിഷമിക്കേണ്ട, ഞാൻ അത് ശരിയാക്കിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ ബാലേന്ദ്രൻ സ്റ്റാലിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുക കേട്ടോ. ഇറങ്ങി വരുമ്പോഴേക്കും ഗോവർദ്ധനൻ കാറിൽ നല്ല ഉറക്കം. എന്നിട്ട് ഗോവർദ്ധന വിളിച്ചിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നല്ല ഉറക്കം ഉറങ്ങിയല്ലേ. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, എന്താ ബാലേട്ട ഇത്, എത്ര നേരമായി എന്ന് പറയണം. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട്, കുറച്ച് അധികം സംസാരിക്കാനുണ്ട് എന്ന് പറയണം. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, എന്നാൽ പോവല്ലേ എന്ന് പറയണം. അന്നേരം ബാലേട്ടൻ പറയാം, പോവാന്ന് പറഞ്ഞിട്ട് പോവാട്ടോ. ആ സമയത്ത് സ്റ്റാലിൻ മേലേന്ന് താഴേക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പോകുന്ന വഴി ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, ഇനി എവിടെയെങ്കിലും പോകാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട്, ഇല്ല, ഇനി നമുക്ക് പോകാമെന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, ഇനി നമുക്ക് നേരെ പാലേക്ക് പോവാല്ലേ എന്ന് പറയാണ്. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട്, ഇല്ല, നമുക്ക് പുനലൂരിൽ പോയിട്ട് ഒരു ഹോട്ടലിൽ റൂം എടുക്കാമെന്ന് പറയാണ്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഇന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, എനിക്ക് ക്ഷീണമൊന്നുമില്ല ബാലേട്ട എന്ന് പറയാണ്. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട്, എനിക്ക് ക്ഷീണമുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് ഗോവർദ്ധനൻ പറയുന്നുണ്ട്, അപ്പോൾ ഇന്ന് പാലക്കില്ല അല്ലേ. എന്നിട്ട് ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, നമ്മൾ ഇത്ര ദൂരം യാത്ര ചെയ്തിട്ട് വന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യം എന്തെങ്കിലും നടന്നോ ചോദിക്കുകയാണ്. അന്നേരം ബാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നമ്മളെന്താ ഉദ്ദേശിച്ചതെന്ന് പറയണം. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, അലീനയ്ക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്ര നേരം യാത്ര ചെയ്തത്, അവളെ എവിടെയെങ്കിലും ഏൽപ്പിക്കണ്ടേ, നമ്മളെവിടെയാണ് അവളെ ഏൽപ്പിക്കുന്നത്, കുളത്തൂർ പുഴയാണോ അതോ നീലഗിരിയാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട്, കുളത്തൂർ പുഴ പോയപ്പോഴാണ് പുനലൂരിലത്തെ അഡ്രസ്സ് കിട്ടിയതെന്ന് പറയണം. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, ഇതൊക്കെ നമ്മളെ റിലേറ്റീവ്സ് ആണോ നമ്മളിങ്ങനെ ഓടി നടക്കാനെന്ന് പറയണം. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, സ്വന്തവും ഇല്ല ബന്ധുക്കളും ഇല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെ ശത്രുക്കളാണെന്ന് പറയണം. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, പിന്നെ എന്തിനാ ബാലേട്ടൻ നമ്മളിങ്ങനെ ഓടി നടക്കുന്നത്, പിന്നെ എന്തിനാ ആ പാവത്തിന് ഇവരെ കയ്യിലിട്ട് കൊടുക്കുന്നതെന്ന് പറയാണ്. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട്, അത് നമ്മളെ ഗതികേടാണ്, നമ്മളെ വിധിയാണെന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, അത് എനിക്ക് തോന്നുന്നുണ്ട്, ബാലേട്ടൻ്റെ ആരുമല്ലാത്ത ഒരു കൊച്ചിന് വേണ്ടിയിട്ട് എന്തിനാ ഇത്ര ഓട്ടം ഓടുന്നതെന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് അലീനയും പിള്ളേരാണ് കേട്ടോ. അവർ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് രോഹിത് അടുക്കളയിലേക്ക് വരുന്നുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛനല്ലേ ഇന്ന് വരുന്നു പറഞ്ഞത്, ഇന്ന് തന്നെയല്ലേ വരുന്നല്ലേ പറഞ്ഞല്ലേ കൃഷ്ണ എന്ന് പറയാണ്. എന്നിട്ട് കൃഷ്ണ പറയാണ്, ശരിയാണല്ലോ, ഇന്ന് തന്നെ അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞു, എന്നിട്ട് കണ്ടില്ലല്ലോ എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഒന്ന് വിളിച്ചു നോക്ക് മോളെ എന്ന് പറയാണ്. എന്നിട്ട് കൃഷ്ണ പറയുന്നുണ്ട്, എൻ്റെ ഫോൺ കാണുന്നില്ല, ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു പറയണം. അന്നേരം അലീന പറയുന്നുണ്ട്, എൻ്റെ ഫോൺ എവിടെയുണ്ട്, ഒന്ന് വിളിച്ചു നോക്ക് പറയാണ്. അങ്ങനെ കൃഷ്ണമോള് ബാലേന്ദ്രനെ ഫോൺ വിളിക്കുക കേട്ടോ. ആ സമയത്ത് ബാലേന്ദ്രൻ നല്ല ഉറക്കമാണ്. എന്നിട്ട് ഗോവർദ്ധനൻ പറയുന്നുണ്ട്, ബാലേട്ട അലീനയാന്ന് തോന്നുന്നു ഫോൺ വിളിക്കുന്നുണ്ട് എന്ന് പറയാണ്. അങ്ങനെ ബാലേന്ദ്രൻ ഫോൺ എടുത്താട് പറയുന്നുണ്ട്, ആ മോളെ അലീന എന്ന് പറയാണ്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, അലീന മോളല്ല എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ മോള് പറയുന്നുണ്ട്, എൻ്റെ പുന്നാര മോളാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, ഇന്നലെ അച്ഛൻ വരാമെന്ന് പറഞ്ഞ് കണ്ടില്ലല്ലോ, അതുകൊണ്ട് വിളിച്ചതാന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞങ്ങൾ അവിടുന്ന് തിരിച്ചു, മീറ്റിംഗ് കുറച്ച് നീണ്ടുപോയി എന്ന് പറയണം. അന്നേരം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇന്ന് എത്തുമെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഫോൺ ഇങ്ങെത്താന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇന്ന് വരുമോ ചോദിക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇന്ന് എത്തുമെന്നറിയില്ല, ദേഹം മുഴുവൻ വേദനയുണ്ട് എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, എന്നാൽ ഇന്ന് വരണ്ട, എവിടെയെങ്കിലും റൂം എടുത്തോ എന്ന് പറയാണ്.
അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആലോചിക്കാതിരുന്നില്ല എന്ന് പറയാണ്. ഞങ്ങളെ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, നിങ്ങൾ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങിക്കോ എന്ന് പറയാണ്. എന്നിട്ട് ഫോൺ വെക്കുക കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട് ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി എല്ലാ കുട്ടികളും പോയി കിടന്നുറങ്ങി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കിടന്നുറങ്ങാൻ പോവുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഗോവർദ്ധനും ബാലചന്ദ്രനും ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി എത്തിയിട്ടോ. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ബാലചന്ദ്രനോട് ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട് എനിക്കൊരു കാര്യം ചോദിച്ചറിയാനുണ്ട്. ഇത്ര നാളായിട്ട് ബാലേട്ടൻ പറയുന്നത് മാത്രമേ ഞാൻ അനുസരിച്ചിട്ടുള്ളൂ, അധികം ഞാനൊന്നും ചോദിക്കാറില്ല. പക്ഷേ ബാലേട്ടൻ ഇങ്ങനെ ഓടി നടക്കുന്ന കണ്ടിട്ട് എനിക്ക് ചോദിക്കാതിരിക്കാനും പറ്റില്ല എന്ന് പറയാണ്. എന്നിട്ട് ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട് എന്തിനാ ബാലേട്ടൻ്റെ ആരുമല്ലാത്ത അലീനയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവൾ നമ്മളെ കുടുംബത്തിന് വേണ്ടി ഓടി നടന്ന 10-1 ഭാഗം കൂടി ഞാൻ ഓടിയിട്ടില്ല എന്ന് പറയാണ്. അവൾക്ക് വേണ്ടി ഈ ഓട്ടമെങ്കിലും ഞാൻ പൂർത്തിയാക്കണ്ടേ, എന്നിട്ട് വേണം എനിക്ക് വൈജിയോടുള്ള പ്രശ്നം തീർക്കാൻ. അന്നേരം ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട് അന്നേരം തീരുമോ ആ പ്രശ്നം എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് തീരും, അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും തീർക്കണം എന്ന് പറയാണ്. എന്നിട്ട് ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട് അതെന്താ ബാലേട്ടൻ അങ്ങനെയെന്ന് പറയാണ്. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ വേണ്ടിയിട്ട്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗോവർദ്ധൻ്റെ സമാധാനം അത് പോകും എന്ന് പറയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിൻ്റെ സമാധാനം പോകണോ അതോ ഞാൻ പറയാതിരിക്കണോ, ഏത് വേണ്ടത് തീരുമാനിക്കുമെന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട് പറയണം ബാലേട്ട, ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് കാര്യങ്ങളെല്ലാം അറിയുന്നതാണ്. ഇത് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇവിടെ നിന്ന് പറയണോ അല്ല റൂമിൽ പോയിട്ട് പറയണോ എന്ന്. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട് വേണ്ട, റൂമിൽ പോയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. അങ്ങനെ ഇവർ രണ്ടാളും കൂടി റൂമിലോട്ട് പോവാട്ടോ. അങ്ങനെ റൂമിലെത്തി അവർ രണ്ടുപേരും ഫ്രഷ് ആയിട്ടോ. എന്നിട്ട് ബാലേട്ടൻ പറയുന്നുണ്ട് തനിക്ക് വിശക്കുന്നില്ലേ, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറയണം. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട് ബാലേട്ടനല്ലേ പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് പോവാന്ന്, അങ്ങനെ പറയാണ് കേട്ടോ അവർ. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് രഹസ്യങ്ങളെല്ലാം മനസ്സിൽ ബാധ്യതയാടോ, അതുകൊണ്ടാണ് എല്ലാവരും ആരോടെങ്കിലും ആയിട്ട് പറയുന്നതെന്ന് പറയണം. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട് ഞാൻ ആരോടും പറയില്ല ബാലേട്ട. ഗോവർദ്ധനൻ പറയുന്നുണ്ട് എന്നോട് പറഞ്ഞിട്ട് ബാലേട്ടന് വേദനയോ അപമാനമോ ഉണ്ടെങ്കിൽ എന്നോട് പറയണ്ടെന്ന് പറയാണ്. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട് നിന്നോട് പറഞ്ഞിട്ട് എനിക്കെന്ത് വേദന അഭിമാനം, ഞാനിപ്പോൾ അപമാനത്തിൻ്റെ പീക്ക് ലെവലാണെന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട് എനിക്കതാ മനസ്സിലാവാത്ത, ബാലേട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് പറയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നമുക്കറിയാത്ത ഒരാളെ നമ്മൾ എന്തിനാ തേടി വന്നതെന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് നമുക്കല്ലേ അറിയാത്തുള്ളൂ, ഏറ്റവും കൂടുതൽ അവരെ അറിയാൻ പറ്റുന്നത് കൊല്ലപ്പള്ളിക്കാർക്കാണ്, പിന്നെ വൈജയന്തിക്കും. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബാലേട്ട എന്ന് പറയണം. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവും എന്ന് പറയാണ്. അലീനയുടെ അച്ഛനാണ് സ്റ്റാലിൻ ജോസഫ് എന്ന് പറയാണ്. എന്നിട്ട് ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട് ഇത്ര വലിയ അച്ഛനുണ്ടായിട്ട് അലീന എന്തിനാ ഓർഫണാണെന്ന് പറഞ്ഞ് ഇത്ര നാളും ജീവിച്ചതെന്ന് ചോദിക്കുകയാണ്. അവൾ എന്തിനാ പിന്നെ സെർവൻ്റ് ജോലി എടുത്തു, അവൾക്കറിയില്ലേ ഇങ്ങനെ ഒരു അച്ഛനുണ്ടെന്ന്, അയാൾക്കറിയില്ലേ ഇങ്ങനെ ഒരു മകളുണ്ട് എന്ന് പറയാണ്. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട് അയാൾക്ക് അറിയേണ്ടതായിരുന്നു പക്ഷേ അറിഞ്ഞില്ല, അലീനക്ക് അറിയില്ല ഇങ്ങനൊരു അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്നും ഇയാളാണ് എൻ്റെ അച്ഛനാണെന്നും അറിയില്ല എന്ന് പറയുന്നു. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട് പിന്നെ എങ്ങനെ ബാലേട്ടൻ അറിഞ്ഞു, ഗംഗയുടെ കീഴിലാണ് ഈ സ്റ്റാലിൻ ജോസഫ് ആഗ്ര കണ്ടോൺമെൻറ്റിൽ ജോലി ചെയ്തിരുന്നത്. ആ സമയത്ത് ഫാമിലിയൊക്കെ ആയിട്ട് 2 വർഷക്കാലം വൈജയന്തിയും അവിടെ താമസിച്ചിരുന്നു. ഗംഗേട്ടൻ്റെ ഇളയ കുട്ടി ജനിച്ചപ്പോൾ ഒരു സഹായത്തിന് വേണ്ടിയാണ് വൈജയന്തി അന്നേരം പോയത്. അന്നേരം സ്റ്റാലിൻ ജോസഫിനെ അവൾക്കറിയാം. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് അവളുടെ കയ്യിൽ സ്റ്റാലിൻ്റെ ഒരു കുഞ്ഞിനെയും അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട് അതെന്തിനാ കയ്യിൽ വെച്ചു കൊടുത്തത്, അതായത് കുഞ്ഞിൻ്റെ അമ്മയ്ക്കല്ലേ കൈമാറേണ്ടത്, പിന്നെ എന്തിനാ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തേച്ചെന്ന് പറയാണ്. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട് കയ്യിലല്ല വൈജയന്തിയുടെ വയറ്റിലായിരുന്നു അന്നേരം അലീന ഉണ്ടായിരുന്നതെന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനൻ ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗോവർദ്ധനൻ പറയുന്നുണ്ട് എന്നതാ ഈ പറയുന്നേ എന്ന് പറയണം. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. അങ്ങനെയാട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.